വെൽക്കം സ്റ്റുഡൻസ്. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് കപ്പാസിറ്റൻസിനെ കുറിച്ചാണ്. കപ്പാസിറ്റൻസ് എ ന്യൂ ടോപ്പിക്. ഈ കപ്പാസിറ്റൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതിൽ നിന്ന് ധാരാളം ക്വസ്റ്റ്യനും ഒക്കെ വരാറുണ്ട് പരീക്ഷയ്ക്കും എൻട്രൻസിനുമൊക്കെ. അപ്പോൾ വളരെ നന്നായിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് കപ്പാസിറ്റൻസ്. സോ ബിഫോർ ഗോയിങ് ടു കപ്പാസിറ്റൻസ് നമുക്ക് വേറൊരു കാര്യം നോക്കാം. ബിഹേവിയർ ഓഫ് കണ്ടക്ടേഴ്സ് പ്ലേസ്ഡ് ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ഓൾസോ വെൻ ചാർജ്ഡ്. അതായത് ഒരു ഇലക്ട്രിക് ഫീൽഡിൽ സപ്പോസ് ദിസ് ഈസ് എ കണ്ടക്ടർ. ഈ കണ്ടക്ടർ ഞാൻ ഇവിടെ ഒരു പോസിറ്റീവ് പ്ലേറ്റ് ഉണ്ട്, ഇവിടെ ഒരു നെഗറ്റീവ് പ്ലേറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ഞാൻ ഈ കണ്ടക്ടറിനെ, അപ്പോൾ ദർ വിൽ ബി ആൻ ഇലക്ട്രിക് ഫീൽഡ്. ആ ഇലക്ട്രിക് ഫീൽഡിൽ ഇമാജിൻ ദാറ്റ് ഐ ആം കീപ്പിംഗ് ദിസ് കണ്ടക്ടർ. ഈ കണ്ടക്ടർ ഇങ്ങനെ വെക്കുന്നതെന്നിരിക്കട്ടെ. അപ്പോൾ ഇതിനുള്ളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. So let us see what happens when a conductor is placed inside a, suppose this is a conductor and there is an electric field like this in this direction. ഇലക്ട്രിക് ഫീൽഡ് സാധാരണ എങ്ങനെ ഉണ്ടാക്കുക? നമുക്കത് ഇങ്ങനെ ഒരു കുറച്ച് പോസിറ്റീവ് പ്ലേറ്റ്സ് ഇവിടെ വയ്ക്കാം. ഈ പോസിറ്റീവ് പ്ലേറ്റ്സും ഇവിടെ ഒരു നെഗറ്റീവ് പ്ലേറ്റ് വയ്ക്കാം. So there will be a electric field between the plates and there is an electric field E. Imagine that the E enters into the conductor. ഈ E എന്ന് പറയുന്ന ഇലക്ട്രിക് ഫീൽഡ് കണ്ടക്ടറിനകത്തോട്ട് കടന്നു പോകുന്നതായിട്ട് നിങ്ങൾ വിചാരിക്കുക. സോ നാച്ചുറലി വാട്ട് വിൽ ഹാപ്പൻ? ഈ കണ്ടക്ടറിൻ്റെ പ്രത്യേകത എന്താണ്? കണ്ടക്ടർ വിൽ ഹാവ് എ ലോട്ട് ഓഫ് ഫ്രീ ഇലക്ട്രോൺസ്. ഒരുപാട് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. സോ വാട്ട് വിൽ ഹാപ്പൻ? ആ ഫ്രീ ഇലക്ട്രോൺസ് ഇലക്ട്രിക് ഫീൽഡിനകത്തായിട്ട് മാറും. ഈ ഇലക്ട്രിക് ഫീൽഡ് ഇതിനകത്തോട് കടന്നു പോകുമ്പോൾ ദ ഇലക്ട്രോൺസ് ഇൻസൈഡ് ദ ഫ്രീ ഇലക്ട്രോൺസ് വിൽ ബി വിതിൻ ദ ഇലക്ട്രിക് ഫീൽഡ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് ഇലക്ട്രോൺ? ഇറ്റ് ഈസ് ഫ്രീ ടു മൂവ്. സോ വാട്ട് ഹാപ്പൻസ്? ഓൾ ദ ഇലക്ട്രോൺസ് വിൽ move away in the direction of the electric field, move in the opposite direction of the electric field. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇതാണെങ്കിൽ എല്ലാ ഇലക്ട്രോൺസും ഇങ്ങോട്ട് വരാൻ തുടങ്ങും. വന്നിട്ട് എവിടം വരെ വരും? ഓൾ ദിസ് വിൽ ഗെറ്റ് അക്യുമുലേറ്റഡ് ഹിയർ. ഇവിടെ അക്യുമുലേറ്റ് ചെയ്യും. അപ്പോൾ എന്ത് പറ്റും? നാച്ചുറലി ദിസ് സൈഡ് വിൽ ബിക്കം പോസിറ്റീവ്. കാരണം അവിടെ ഷോർട്ടേജ് ഓഫ് ഇലക്ട്രോൺസും ഫീൽ ചെയ്യും. ആൻഡ് വാട്ട് ഹാപ്പൻസ് നൗ? സി, ഇതിപ്പോൾ ഒരു പോസിറ്റീവ് പ്ലേറ്റും ഇതൊരു നെഗറ്റീവ് പ്ലേറ്റുമായിട്ട് മാറി. സോ ദർ വിൽ ബി ആൻ ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ഇറ്റ്. ദാറ്റ് ഇലക്ട്രിക് ഫീൽഡ്, ഇൻറ്റേർണൽ ഇലക്ട്രിക് ഫീൽഡ് ഇ വിൽ ബി ഫോംഡ്. ഒരു ഇൻറ്റേർണൽ ഇലക്ട്രിക് ഫീൽഡ് ഈ കണ്ടക്ടറിൻ്റെ ഉള്ളിലുണ്ടാവും. അതായത് ഇതാണ് കണ്ടക്ടറെങ്കിൽ ഈ കണ്ടക്ടർ ഞാൻ വെക്കുന്ന ആ നിമിഷം തന്നെ അവിടെ പോസിറ്റീവ് ഇവിടെ നെഗറ്റീവ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇതാണ്. അപ്പോൾ തന്നെ ഇതിനകത്തുള്ള ഫ്രീ ഇലക്ട്രോൺസ് എല്ലാം ഈ സൈഡിൽ വന്ന് അക്യുമുലേറ്റ് ചെയ്യും, ഈ സൈഡിൽ പോസിറ്റീവ് ആവും. സോ ദർ വിൽ ബി എ ഇലക്ട്രിക് ഫീൽഡ് ഇൻ ദിസ് ഡയറക്ഷൻ. അങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് വന്നു കഴിയുമ്പോൾ, കുറേ ഇലക്ട്രോൺസ് ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് പതിയെ ഡെവലപ്പ് ചെയ്ത് തുടങ്ങും. അപ്പോൾ എന്ത് പറ്റും? ഇലക്ട്രോൺസിൻ്റെ സ്പീഡ് കുറയും. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ടാവും, അതുകൊണ്ട് അതിൻ്റെ സ്പീഡ് കുറയും. പിന്നെയും കുറച്ചും കൂടി വരും. ആൻഡ് ഫൈനലി അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്തിട്ട് ഫൈനലി a stage will come that the flow of electrons will stop. ഇനി പിന്നെ ഇങ്ങോട്ട് ഇലക്ട്രോൺസ് വരില്ല. അത് ഏത് സ്റ്റേജിലായിരിക്കും? ഒരു ഇക്വിലിബ്രിയത്തിൽ വരും അതിനുള്ളിലുള്ള ഇലക്ട്രിക് ഫീൽഡ്. അതെപ്പോഴായിരിക്കും? വെൻ ദിസ് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു ഇൻറ്റേർണൽ ഇലക്ട്രിക് ഫീൽഡ്. രണ്ട് ഇലക്ട്രിക് ഫീൽഡും തുല്യമാവുന്ന സമയത്ത് ദ ഫ്ലോ ഓഫ് ഇലക്ട്രോൺ വിൽ സീസസ്. അവിടെ അതങ്ങനെ നിൽക്കും. സോ അറ്റ് ഇക്വിലിബ്രിയം the internal electric field will be equal to external electric field. That is, at equilibrium, E internal or E external will be equal to E internal. but in the opposite direction. So there will be a negative sign also.
So what will be the net electric field inside it? അങ്ങോട്ട് E, ഇങ്ങോട്ട് E, equal and opposite. So the net electric field will become 0. So what happens is, within a short span of time, within a fraction of a second, വെക്കുന്ന സമയത്ത് തന്നെ ഇലക്ട്രിക് ഫീൽഡ് കടന്നു പോകാൻ ശ്രമിക്കും. അപ്പോൾ ഇത് ഓപ്പോസിറ്റായിട്ട് വരികയും ചെയ്യും, അക്യുമുലേഷൻ നടക്കും. സോ ദ ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ദ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് field E will be equal to 0. That net electric field inside the conductor will be 0. That's a very, very important point. Inside a conductor, the electric field will be 0. Now let us think of the other case. Suppose this is charged. Imagine a conductor which is it's a neutral conductor. So imagine that. Suppose you are injecting some positive charges inside it. Somehow, അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് പോസിറ്റീവ് ചാർജ് നമ്മൾ കൊടുക്കുന്നു എന്ന് നോക്കിയാൽ, വാട്ട് വിൽ ഹാപ്പൻ? ദർ വിൽ ബി എ ഫോഴ്സ് ഓഫ് റിപ്പൾഷൻ ബിറ്റ്വീൻ ഓൾ ദോസ് തിങ്സ്. സോ ഓൾ വിൽ ഫ്ലൈ അവേ. So what will happen? The all charges will get accumulated at the outer surface, and there won't be any charge inside. That is, inside the then in that case also the electric field inside this conductor will be 0. That means, since the electric field since we cannot make an electric field inside a conductor, no charge can reside inside a conductor. നിങ്ങൾ ഇനി ഒരു ചാർജ് വെറുതെ കൊണ്ടുവച്ചാൽ അതിനൊരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. സോ ഒരു പോസിറ്റീവ് ചാർജ് കൊണ്ടുവച്ചു, പോസിറ്റീവ് ക്യൂ, സോ ഇറ്റ് വിൽ ഹാവ് ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ഇറ്റ്, അറൗണ്ട് ഇറ്റ്. അങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കാൻ പറ്റില്ല. ഉണ്ടായിക്കഴിഞ്ഞാൽ വേറെ ഇലക്ട്രോൺസ് വന്ന് ഇതിനെ ഇപ്പോൾ ആ ഇലക്ട്രിക് ഫീൽഡ് നള്ളിഫൈ ചെയ്യാന്ന് വെച്ചാൽ they will pump this charge to the outer surface. ഔട്ടർ സർഫസിൽ നിന്ന് പിന്നെ പുറത്തോട്ട് പോകാൻ പറ്റില്ല. ഇത് തമ്മിൽ റിപ്പൾഷൻ ഉണ്ടെങ്കിലും പോകാൻ പറ്റില്ല. ആ സർഫസിന് പുറത്ത് അതിൽ മാത്രം ഇത് നിലനിൽക്കും. സോ വാട്ട് യു ഹാവ് ലേൺഡ് ഈസ് ദാറ്റ് വൺ, the electric field inside a conductor will always be equal to 0. Electric field inside will always be equal to 0 inside a conductor. Now, second thing what we have learned, if we charge a conductor to, if we charge a conductor, the charge will reside, the charges will reside on its surface. The charge will reside only in the surface, not inside the conductor. Inside a conductor, a charge can't reside because it will create an electric field, and inside a conductor, electric field cannot exist. Okay. അപ്പോൾ ഇത് രണ്ട് കാര്യം പഠിച്ചു. Now, what about the potential? Here, this is a conductor, this is the external field. External field ഇവിടം വരെ വന്നിട്ട് നോർമലായിട്ട് വന്നിട്ട് പിന്നെ ഇങ്ങനെ പോകും. It won't enter inside. What about the potential? Here E is equal to 0. This is a conductor. E is equal to 0. Then what will be V? What is the formula for V and E? We know that
E is equal to minus of dV by dr. When E is equal to 0, minus of dV by dr is 0, and that is equal to, so 0 will be equal to dV by dr. Minus is that direction only it is indicating, the rate of change of potential direction is indicating. So dV by dr will become 0. What does that mean? A derivative of a function is 0 means that derivative is a constant. There is no rate of change of potential with respect to distance. That means the V is a constant. So inside a conductor, the electric field intensity is 0 and the potential is a constant. Okay. Now third one. The potential inside a charged conductor no matter whether it is placed inside the field or whether it is charged ആണെങ്കിലും ഫീൽഡ് ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചൊരു കണ്ടക്ടർ ആണെങ്കിലും ഏത് തന്നെ ആണെങ്കിലും the potential inside the conductor will be a constant. So three things we have to know: behavior of conductors placed in an electric field and also when charged. The electric field inside the conductor is 0, the potential is a constant, and when a conductor is charged, all the charges will reside only on the surface of the conductor. Okay. Now imagine this is a conductor, or I will draw a sphere, spherical solid sphere. This is a sphere, and imagine that you are drilling a cavity inside it. Everything is closed, but inside there is a cavity. Imagine like that. What will be the electric field inside this cavity? Inside the cavity also E will be equal to 0, because this electric field inside here, electric field cannot enter. So inside the conductor, if there is a cavity, inside the cavity also the electric field will be 0. Imagine that you are increasing the size of the cavity. ഈ ക്യാവിറ്റി ഇങ്ങനെ വലുതാക്കി ആ ക്യാവിറ്റി വലുതാക്കി എന്നിരിക്കട്ടെ. So now it has become a shell. So inside the shell E will be equal to 0. എന്താണ് ഇതിൻ്റെ മെറിറ്റ്? ഒരു ഷെല്ലിനകത്ത്, ഒരു മെറ്റാലിക് ഷെൽ, ഒരു കണ്ടക്ടറിൻ്റെ ഒരു ഷെല്ല്, ഹോളോ ഷെല്ലുണ്ടെങ്കിൽ അതിനകത്ത് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഉണ്ടാവില്ല, ഇലക്ട്രിക് ഫീൽഡ് കടന്നു പോവില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ ഗുണം എന്താണ്? അതുകൊണ്ട് നമുക്ക് കുറേ മെച്ചമുണ്ട്. എന്താണ്? സപ്പോസ് in a lab there is an equipment which have to be protected from external electric field. ഈ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് എല്ലായിടത്തും ഉണ്ട്. ഇപ്പോൾ റേഡിയോ വേവ്സ്, ടി വി, ഇതിൻ്റെ എല്ലാ വേവ്സും എല്ലാ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസാണ്. അപ്പോൾ ഈവൻ ലൈറ്റ് വരെ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ. അപ്പോൾ നമുക്കൊരു എക്യുപ്മെൻറ്റിനെ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനിൽ നിന്ന് നമുക്കൊന്ന് പ്രൊട്ടക്റ്റ് ചെയ്യണം. അത് ഇലക്ട്രിക് ഫീൽഡ് വരാതെ പ്രൊട്ടക്റ്റ് ചെയ്യണം. ഇലക്ട്രിക് ഫീൽഡിൽ എക്സ്പോസ്ഡ് ആകാതെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒരു ഹോളോ സ്പിയർ എടുത്തിട്ട് അതിനുള്ളിലാക്കിയിട്ട് അത് അടച്ചു വെച്ചാൽ മതി. അല്ലെങ്കിൽ ഒരു ചോറ്റുപാത്രം എടുത്തിട്ട് അടച്ചു വെച്ചാൽ മതി എന്നർത്ഥം. യു ഹാവ് ടു എൻക്ലോസ് ഇൻ എ മെറ്റാലിക് കണ്ടക്ടർ, എൻക്ലോസ്ഡ് ഇൻ എ കണ്ടക്ടർ. ദെൻ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി വിൽ നോട്ട് enter into it. So that is a benefit. So if you want to protect any instrument, you have to, what you have to do, you have to make a metal box or a sphere or whatever it is, then enclose that inside it.
ആ എക്യുപ്മെൻറ്റ് നിങ്ങൾ അതിനുള്ളിൽ വെച്ചാൽ മതി. ഇറ്റ് വിൽ ബി പ്രൊട്ടക്റ്റഡ് ഫ്രം external electric field. This is called electrostatic shielding. This is called electrostatic shielding. And this type of containers, that closed containers in which no electric field enters, is also called Faraday cages. Faraday cage. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ചോദിക്കാം, what is electrostatic shielding? Electrostatic shielding is a method of protecting certain delicate instruments from external electric field by keeping it inside a conductor. So that is called electrostatic shielding. അതിനെ Faraday cage എന്നും പറയും. ഓക്കെ, ഇനി നമുക്ക് കപ്പാസിറ്റൻസ് എന്താണെന്ന് നോക്കാം. കപ്പാസിറ്റൻസ് നോക്കുന്നതിന് മുമ്പ് അതിനൊരു നല്ലൊരു ഉദാഹരണം പറയുന്നത് നമുക്ക് വാട്ടറുമായിട്ട് വെള്ളമായിട്ട് അനലോഗസ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ കപ്പാസിറ്റൻസ് മനസ്സിലാകാൻ എളുപ്പമുണ്ട്. നിങ്ങളുടെ കയ്യിലൊരു വാട്ടർ ടാങ്ക് ഉണ്ടെന്നിരിക്കട്ടെ. ദിസ് ഇസ് എ വാട്ടർ ടാങ്ക് ഓഫ് കപ്പാസിറ്റി 500 liters. ഇതിനകത്ത് നിങ്ങൾ വെള്ളം ഒഴിക്കുന്നു എന്ന് വിചാരിക്കുക, വെള്ളം നിറയ്ക്കുന്നു. വെള്ളം നിറയ്ക്കുമ്പോൾ എന്ത് പറ്റും? ദ വാട്ടർ ലെവൽ വിൽ ഗ്രാജുവലി ഇൻക്രീസ്. വാട്ടർ ലെവൽ ഇങ്ങനെ കൂടി വരും. അങ്ങനെ നിങ്ങൾ ഇത്രയും നിറച്ച് കഴിഞ്ഞപ്പോൾ ഇമാജിൻ ദാറ്റ് 250 liters അത്രയും നിറച്ച് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് h1 എന്നിരിക്കട്ടെ. അതിന് ശേഷം നിങ്ങൾ വീണ്ടും നിറച്ചു. Now the height is h2. Imagine. ഇനിയും നിങ്ങൾ വെള്ളം ഒഴിച്ചാൽ എന്ത് സംഭവിക്കും? വെള്ളം താഴത്തേക്ക് ഒഴുകിപ്പോവും, അല്ലേ? വെള്ളം കവിഞ്ഞ് ഒഴുകിപ്പോവും. സോ യു കാണ്ട് ആഡ് ഫർദർ വാട്ടർ ഇൻ ടു ഇറ്റ്. മനസ്സിലായി? വെള്ളം ആഡ് ചെയ്യുന്നതനുസരിച്ച് ഹൈറ്റും കൂടി വന്നിരുന്നു. പക്ഷേ അതിൻ്റെ കപ്പാസിറ്റി കഴിഞ്ഞപ്പോൾ പിന്നെ നിങ്ങൾക്ക് വെള്ളം ആഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നൗ ഇമാജിൻ അനദർ ടാങ്ക് ഓഫ് 1000 liter കപ്പാസിറ്റി. ഇവിടെയും നിങ്ങൾ വെള്ളം നിറയ്ക്കുകയാണ്. ഇവിടെ നിങ്ങൾ 250 ലിറ്റർ അയച്ചപ്പോൾ ലെറ്റ് ഇറ്റ് ബി h' ബി ദ ഹൈറ്റ്. അത് കഴിഞ്ഞ് നിങ്ങൾ 500 ലിറ്റർ നിറച്ചു. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് h2' ഇരിക്കട്ടെ. ഇനി നിങ്ങളിത് 1000 ലിറ്റർ നിറച്ചു, മാക്സിമം നിറച്ചു. ലെറ്റ് ഇറ്റ് ബി h3' ഈ ഹൈറ്റ്. ഇത്രയും കാര്യം നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചേക്കുക. ഇതിൽ നിന്ന് മനസ്സിലാകുന്നൊരു കാര്യം, നിങ്ങൾ 250 ലിറ്റർ ഇതിനകത്ത് നിറച്ചപ്പോൾ അതിൻ്റെ ഹൈറ്റ് വാട്ടർ ലെവൽ ഈസ് ലോ വെൻ കമ്പയർഡ് ടു ദിസ്. ചെറിയ ടാങ്കിൽ നിറക്കുമ്പോൾ വാട്ടർ ലെവൽ പെട്ടെന്ന് കൂടും. മനസ്സിലായ? മറ്റേ h2 എന്ന് പറയുന്നതും ഈ h' എന്ന് പറയുന്നതും h2' എന്ന് പറയുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ബിക്കോസ് ആസ് ദ കപ്പാസിറ്റി ഈസ് ഡിക്രീസിങ്, the height of the water will increase. ഇത്രയും മനസ്സിലിരിക്കുക. ഇനി ഞാൻ കപ്പാസിറ്റേഴ്സിലേക്ക് വരാം. സപ്പോസ് ദിസ് ഈസ് എ കണ്ടക്ടർ. ഒരു കണ്ടക്ടറാണ്. ഇതിനകത്ത് ചാർജ് ഒന്നുമില്ല എന്ന് വിചാരിക്കുക. നൗ ഐ ആം സ്ലോലി ചാർജിങ് ഇറ്റ്. കുറച്ച് ചാർജ് ചെയ്തു. ഇപ്പോൾ ചാർജ് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് വളരെ ദൂരയിൽ നിന്ന് ഇൻഫിനിറ്റിയിൽ നിന്ന് ഒരു യൂണിറ്റ് ചാർജ് കൊണ്ടുവരാനായിട്ട് ഞാൻ എന്തെങ്കിലും വർക്ക് ചെയ്യണമായിരുന്നു? നോ. ദാറ്റ് മീൻസ് ഹിയർ ദർ വാസ് നോ പൊട്ടൻഷ്യൽ. ഇതൊന്നും ഇല്ലാതിരുന്ന സമയത്ത് ദ പൊട്ടൻഷ്യൽ ഈസ് 0. V = 0 ആയിരുന്നു. I have to do no work in bringing a positive charge from infinity to this conductor. അങ്ങനെ ഞാൻ കുറേശ്ശെ ചാർജ് കൊണ്ടുവന്നു. ഞാൻ ഇതിനകത്ത് ചാർജ് ചെയ്യാൻ തുടങ്ങി. സോ ഗ്രാജുവലി വാട്ട് വിൽ ഹാപ്പൻ? ആ റിപ്പൾസീവ് ഫോഴ്സ് വരും. ദാറ്റ് മീൻസ് ദ പൊട്ടൻഷ്യൽ വിൽ ഇൻക്രീസ്. പൊട്ടൻഷ്യൽ ഗ്രാജുവലായിട്ട് ഇൻക്രീസ്. പൊട്ടൻഷ്യൽ ഗ്രാജുവലി ഇൻക്രീസസ് സിമിലർ ടു ദ ലെവൽ ഓഫ് ദ വാട്ടർ ഈസ് റൈസിങ്. ഇനി ഇതിനകത്ത് ഞാൻ പിന്നെയും കുറേ ചാർജ് കൊണ്ടുവന്ന് വെച്ചു.
പിന്നെയും കുറേ ചാർജ്. ഞാനിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചാർജ് ചെയ്തുകൊണ്ടിരിക്കും. എത്ര വരെ ചാർജ് ചെയ്യാൻ പറ്റും? ഇൻഫിനിറ്റി? നോ. കാരണം ഇതിന് താങ്ങാൻ കഴിയുന്ന കുറച്ച് ചാർജേ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഇത് മുഴുവൻ ചാർജായി കഴിയുമ്പോൾ ഇത് ഇവിടെ എവിടെയെങ്കിലും ഒരു എയറിലോ വാക്വത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മീഡിയമായിട്ടായിരിക്കും മുട്ടി നിൽക്കുക. എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മീഡിയത്തിന് മോളിക്യൂൾസൊക്കെ, ആറ്റംസ് മോളിക്യൂൾസൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുമായിട്ട് ഇത് ഇൻറ്ററാക്ട് ചെയ്തിട്ട് ഈ പോസിറ്റീവ് ചാർജ് നല്ല കൂടുതലായി കഴിയുമ്പോൾ ഇതിനകത്തുള്ള ഇലക്ട്രോൺസ് എല്ലാം കൂടി ഇങ്ങോട്ട് ചാടി പുറത്തോട്ട് വരും. ദാറ്റ് മീൻസ് ഇലക്ട്രിക് പോസിറ്റീവ് ചാർജ് ഇങ്ങോട്ട് പോണതിന് തുല്യമായിട്ട് വരും. ദാറ്റ് മീൻസ് എ ഡിസ്ചാർജ് വിൽ ടേക്ക് പ്ലേസ്. ആ പ്രോസസ്സിനെയാണ് ഡിസ്ചാർജ് എന്ന് പറയുന്നത്. എക്സ്ചേഞ്ച് ഓഫ് ചാർജസ്, ഡിസ്ചാർജ്. അങ്ങനെ ഇതിൻ്റെ ചാർജ് കുറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ എനിക്ക് കൂട്ടാം. ഞാൻ ഒരു ലിമിറ്റ് കഴിയാൻ നേരത്ത് ഇറ്റ് വിൽ കം ഔട്ട് സൈഡ്, സിമിലർ ടു ദാറ്റ്. അതായത് 500 ലിറ്റർ കഴിഞ്ഞാൽ പിന്നെ ഇത് പുറത്തോട്ട് പോകും, അല്ലെങ്കിൽ 1000 ലിറ്റർ കഴിഞ്ഞാൽ ഇത് പതിയെ വെള്ളം പുറത്തേക്ക് ഒഴുകിപ്പോകും എന്ന് പറയുന്ന പോലെ ഇതിനൊരു കപ്പാസിറ്റൻസ് ഉണ്ട്, ഒരു കപ്പാസിറ്റി ഉണ്ട്. ആ കപ്പാസിറ്റിക്ക് മുകളിൽ വന്നു കഴിഞ്ഞാൽ ദ ഡിസ്ചാർജ് വിൽ ഹാപ്പൻ. സോ ഇത് കൂടാതെ വേറൊരു കാര്യം കൂടി ഇവിടെ നടക്കുന്നുണ്ട്. ആദ്യം പൊട്ടൻഷ്യൽ 0 ആയിരുന്നു, പിന്നെ ഗ്രാജുവലി ഇൻക്രീസസ്, ഗ്രാജുവലി ഇൻക്രീസ് ചെയ്ത് വരും. ഞാൻ കൂടുതൽ ചാർജ് കൊടുക്കും തോറും പൊട്ടൻഷ്യൽ വിൽ ഇൻക്രീസ്. ഇൻ ഇഫാക്റ്റ് ദ പൊട്ടൻഷ്യൽ ഈസ് പ്രൊപ്പോർഷണൽ ടു ക്യൂ. ഇതിനകത്ത് എത്ര ചാർജ് ഉണ്ടോ അതിന് പ്രൊപ്പോർഷണലായിരിക്കും പൊട്ടൻഷ്യൽ. Okay, now we have to, if you remove this equality proportionality sign, we can write V is equal to a constant into Q. That constant is called 1 by C into Q. V is equal to 1 by C into Q, or V is equal to Q by C, or let us come to that. And where C is a constant called the capacitance of the conductor. C is called the capacitance of the conductor. V എന്ന് പറയുന്നത് എന്താണ്? പൊട്ടൻഷ്യൽ, വാട്ടർ റൈസ് ചെയ്യുന്നതിന് തുല്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഏത് കപ്പാസിറ്റൻസ്, ഇതിൻ്റെ കപ്പാസിറ്റി കുറയും തോറും ഈ വെള്ളത്തിൻ്റെ ഹൈറ്റ് പൊങ്ങൽ കൂടും. ഇത് 250 ലിറ്റർ ആയിരുന്നെങ്കിലോ ഇത്തിരി വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ ഹൈറ്റ് അങ്ങോട്ട് കൂടും. ദാറ്റ് മീൻസ് ദ റൈസ് ഓഫ് ഹൈറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ കപ്പാസിറ്റി. ഇവിടെ കൂടുതലും ഇത്രയും വെള്ളം ഒഴിച്ചപ്പോൾ ഇത്രയും പൊന്തിയുള്ളൂ. അപ്പോൾ റൈസ് ഓഫ് ഹൈറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ കപ്പാസിറ്റി. കപ്പാസിറ്റി കുറഞ്ഞതാണെങ്കിൽ പെട്ടെന്ന് വെള്ളത്തിൻ്റെ ഹൈറ്റ് റൈസ് ചെയ്യും, കപ്പാസിറ്റി കൂടിയതാണെങ്കിൽ കുറച്ച് റൈസ് ചെയ്യുള്ളൂ. അതുപോലെ തന്നെ ഇതാണ് ഇവിടെയും. ഇവിടെ ഇതിന് കപ്പാസിറ്റി കൂടുതലാണെങ്കിൽ പൊട്ടൻഷ്യൽ കുറേശ്ശേ പൊന്തി വരുള്ളൂ. കപ്പാസിറ്റൻസ് കുറവാണെങ്കിൽ പൊട്ടൻഷ്യൽ പെട്ടെന്ന് കൂടും. സോ പൊട്ടൻഷ്യൽ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സി. ദാറ്റ് ഈസ് വൈ ഐ ആം യൂസിങ് 1 by C here. So we got the formula V is equal to Q by C, or Q is equal to CV, or C is equal to Q by V. These two formulas are very, very important. ഇതാണ് capacitance of a capacitor. That is a ratio of Q by V. അതായത് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാൻ ഈ ക്യൂ എന്ന് പറയുന്ന ഏത് ചാർജായാലും മതി. ഇത് ഫുള്ളി ചാർജ് ചെയ്യണമെന്നൊന്നുമില്ല. സി, ഇതിൻ്റെ കപ്പാസിറ്റൻസ് എത്രയാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾ നിറച്ച് നോക്കണമെന്നൊന്നുമില്ല. നിങ്ങൾ മുഴുവൻ ഫില്ല് ചെയ്താൽ മാത്രമല്ല അറിയുന്ന. നിങ്ങൾ 250 ലിറ്റർ വെള്ളം ഫില്ല് ചെയ്യുമ്പോൾ ഇതിൻ്റെ H' ആണെങ്കിൽ ഈ ഹൈറ്റ് ബാക്കിയുള്ള കാൽക്കുലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാം എന്ന് പറയുന്ന പോലെ തന്നെ this Q doesn't mean that it is the maximum capacity of the charge. C is equal to Q by V. ഇതിനകത്ത് 2 കുളുമ്പ് ചാർജാണ് നിങ്ങൾ കൊടുത്തതെങ്കിൽ 2 കുളുമ്പ് അതിൻ്റെ പൊട്ടൻഷ്യൽ എത്രയാണ് അത്ര. 4 കുളുമ്പാണെങ്കിൽ 4 കുളുമ്പ്, വാട്ട് എവർ ഇറ്റ് ഈസ്. അപ്പോൾ C is equal to Q by V, where C is a constant and that depends on what? See, the capacity of a water tank depends on what?
its diameter, height, shape, everything. Similar, that means the capacity of a water tank depends on the dimensions. അതിൻ്റെ അളവുകൾ ആയിരിക്കും, അതിൻ്റെ ഷേപ്പ്, സൈസ്, അളവ് ഇതെല്ലാമായിരിക്കും ഡിപ്പെൻഡ് ചെയ്യണം. സിമിലർലി ദ കപ്പാസിറ്റൻസ് ഓഫ് എ conductor will depend on its shape and size. Now let us see what is the unit of capacitance. Unit of capacitance. എന്താണ് യൂണിറ്റ് ഓഫ് കപ്പാസിറ്റൻസ്? എന്താണ് കപ്പാസിറ്റൻസ്? C is equal to Q by V. What is the unit of Q? Coulomb. What is the unit of V? Volt. So it should be CV raised to -1. But that is not the unit of capacitance. The unit of capacitance is Farad. It is in the name of Michael Faraday. It is the unit of capacitance is Farad. ബിക്കോസ് ഈ കുളുംബ് പെർ വോൾട്ടൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാലുള്ളൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കപ്പാസിറ്റൻസ് ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ വേർ ഇറ്റ് ഈസ് പ്ലേസ്ഡ്. ഒരു കണ്ടക്ടറിൻ്റെ കപ്പാസിറ്റൻസ് എയറിൽ വെക്കുകയാണെങ്കിൽ ഒരു കപ്പാസിറ്റൻസ് ആയിരിക്കും, അതിനേലും കൂടുതലായിരിക്കും വാക്വത്തിൽ വെച്ചാൽ. വേറെ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് കൂടിയ സാധനത്തിൽ വെച്ചാൽ അതിലും കൂടുതലായിരിക്കും. അതായത് ഈ ഒരു ബോൾ എടുക്കുക, ഒരു സ്പിയർ എടുക്കുക, അതിൻ്റെ കപ്പാസിറ്റൻസ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിട്ട് അതിനെടുത്ത് മണ്ണെണ്ണയിൽ മുക്കി വെച്ചാൽ വേറെ ആയിരിക്കും കപ്പാസിറ്റൻസ്, അത് മെഴുകിൽ മുക്കി വെച്ചാൽ വേറെ ആയിരിക്കും കപ്പാസിറ്റൻസ്, അത് ഓയിലിൽ മുക്കി വെച്ചാൽ വേറെ ആയിരിക്കും കപ്പാസിറ്റൻസ്. സോ കപ്പാസിറ്റൻസ് ഡിപ്പെൻഡ്സ് ഓൺ ദ മീഡിയം. കാരണം ഈ ഡിസ്ചാർജ് എത്ര എളുപ്പത്തിൽ നടക്കുന്നു എന്നുള്ളതാണ്. ഡിസ്ചാർജ് നടക്കാൻ പ്രയാസമാണ്. ഈ അടുത്തെങ്ങും മോളിക്യൂളും ഒന്നുമില്ല ഈ പ്രദേശത്തിൽ കുറേ ഇതിന് കൂടുതൽ ചാർജ് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. മനസ്സിലായി? സോ കപ്പാസിറ്റൻസ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഡിപ്പെൻഡ്സ് ഓൺ ദ ഡൈഇലക്ട്രിക് സറൗണ്ടിങ് ഇറ്റ്. അതിനകത്തുള്ള ഡൈഇലക്ട്രിക്കിനെ ആശ്രയിച്ചിരിക്കുക. അപ്പോൾ നമ്മൾ ഈ കുളുംബ് പെർ വോൾട്ട് എന്നുള്ള യൂണിറ്റൊക്കെ ഉപയോഗിക്കാൻ നേരത്ത് അതിനകത്തൊരു ചെറിയ കൺഫ്യൂഷൻ വരും, പിന്നെ ഏതിനകത്താണെന്നൊക്കെ പറയണം. സോ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫാരഡ് എന്ന് പറയുന്ന വേറൊരു യൂണിറ്റ് ഉപയോഗിക്കുന്നത്. നമുക്കിനി അടുത്ത വീഡിയോയിൽ ഒരു കണ്ടക്ടറിൻ്റെ കപ്പാസിറ്റർ എത്രയായിരിക്കും എന്ന് ഏകദേശം ഒരു ധാരണയാക്കാം. അതിന് ശേഷം നമുക്ക് ഈ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റേഴ്സിനെ കുറിച്ചൊക്കെ പഠിക്കാം അടുത്ത വീഡിയോയിൽ. ഓക്കെ, താങ്ക് യു.